മിസ്റ്റർ ബിഗ് ബോസ്, നിങ്ങൾ ഒരു മനുഷ്യനെ ഏഴിൻ്റെ പണി കൊടുക്കുമ്പോൾ ഒരു മര്യാദ കുറച്ചെങ്കിലും ആവാം. അതായത് ജയിൽ ടാസ്ക് ആയാലും അവിടുത്തെ ഫുഡിൻ്റെ കേസിലായാലും ഉടുതുണി കൊടുക്കാതെയാണോ മനുഷ്യ നിങ്ങൾ ഒരു ടാസ്ക് അല്ലെങ്കിൽ ഒരു വീട്ടിൽ കണ്ടസ്റ്റൻസിനെ കൊണ്ട് താമസിപ്പിക്കുന്നത്? ഇവിടെ അവരുടെ ബേസിക് നീഡ്സ് പോലും നിഷേധിക്കുന്നതിനെ എങ്ങനെയാണ് ഇതൊരു ഗെയിമായിട്ട് നമുക്ക് പറയാൻ പറ്റും? എങ്ങനെയാണ് ഇതൊരു സീസൺ ആകുന്നത്? നമുക്കത് ഒരു ദൈന്യ രൂപത്തിലാണ് നിങ്ങൾ കണ്ടസ്റ്റൻസിനെ കൊണ്ട് അവിടെ ഇങ്ങനെ നിങ്ങൾക്ക് ഇത് സാധിക്കുന്നു? ഇതിനൊക്കെ ഒരു സീസൺ എന്ന് പറയാൻ പറ്റും? ഇതിന് വേറെ പേരാണ് ഉള്ളത് മിസ്റ്റർ ബിഗ് ബോസ്. പല കണ്ടസ്റ്റൻസും അവിടെ പല കള്ളത്തരങ്ങളും കാണിക്കുന്നു, മറ്റ് കണ്ടസ്റ്റൻസ് അതിന്റെ പുറകെ നടക്കുന്നു. ഇതെല്ലാം നിങ്ങൾ 71 ക്യാമറകൾ വെച്ചിട്ടാണ് ചെയ്യുന്നതെന്ന് പറയുന്നു. എന്നിട്ടും എന്തുകൊണ്ട് നിങ്ങൾ വാദം അവിടെ സംസാരിക്കുന്നില്ല? മിസ്റ്റർ ബിഗ് ബോസ്, അവിടെ നോമിനേഷൻ എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. ആൾക്കാരെ ഈ പറയപ്പെടുന്നവരെ നമ്മൾ നോമിനേറ്റ്, അത് ബിഗ് ബോസ് പറയുന്ന കുറച്ച് ന്യായങ്ങളുണ്ട് അവിടെ. അതായത് നിങ്ങൾ രാജാവായിട്ട് വാഴുന്നവളെ താഴെയിടാനും, ഡബിൾ സ്റ്റാൻഡ് കളിക്കുന്നവരെ പിടിക്കാനും, എരുതിയിൽ എണ്ണ ഒഴിക്കുന്നവരെ പിടിക്കാനും, മുഹമ്മൂടി അണിഞ്ഞവരെ പിടിക്കാനും, ഓന്തിന്റെ സ്വഭാവമുള്ളവരൊക്കെ പിടിക്കാനും എന്ന് പറഞ്ഞാണ് പറയുന്നത്. പക്ഷെ അവിടെ നോമിനേഷൻ നടക്കുന്നത് പലപ്പോഴും പേഴ്സണൽ വെൻഡറ്റയാണ്. അതൊരു റൂൾസ് ആക്കി നിങ്ങൾക്ക് കൊണ്ടുവന്നൂടെ? പേഴ്സണൽ വെൻഡറ്റ ഒരിക്കലും അത് അവിടെ ചെയ്യാൻ പാടില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? നിങ്ങൾ ആരാണ് ഈ ഗെയിം പഠിപ്പിച്ചത്? ബിഗ് ബോസ് ഹൗസിലെ 3 ആഴ്ചയാണ് KB ഷാരികയ്ക്ക് പിടിച്ചു നിൽക്കാനായത്. എന്നാൽ തന്റെ ഹോട്ട് സീറ്റിൽ എത്തുന്നത് വരെ പൊരിക്കുന്ന ഷാരികയല്ല ബിഗ് ബോസ് വീട്ടിനുള്ളിൽ കണ്ടത്. തനിക്ക് ശരിക്കും പെർഫോം ചെയ്യാൻ പറ്റില്ല എന്നും പുറത്തായതിനു ശേഷം അവർ പറഞ്ഞിരുന്നു. ശരിക്കും നരകത്തിൽ ജീവിക്കുന്നത് പോലെയായിരുന്നു എന്നാണ് മോഹൻലാലിന്റെ അടുത്തെത്തിയ ഷാരിക പറഞ്ഞത്. എന്നാൽ ഇപ്പോഴിതാ ഷാരികയുടെ ഹോട്ട് സീറ്റിലേക്ക് എത്തിയ ബിഗ് ബോസിനെ ഷാരിക പൊരിക്കുന്ന വീഡിയോയാണ് വൈറലായിരിക്കുന്നത്. ബിഗ് ബോസ്, നിങ്ങളൊരു മനുഷ്യന് 7ന്റെ പണി കൊടുക്കുമ്പോൾ മര്യാദ കുറച്ചെങ്കിലും ആവാം. പണിപ്പുര ടാസ്ക് ആയാലും മറ്റ് ടാസ്കുകളിലായാലും ഉടുതുണി കൊടുക്കാതെയാണോ മനുഷ്യ നിങ്ങൾ ഒരു വീട്ടിൽ മത്സരാർത്ഥികളെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നത്? പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിഷേധിക്കുന്നതിനെ എങ്ങനെയാണ് ഒരു ഗെയിമായിട്ട് പറയാൻ കഴിയുക എന്ന് ഹോട്ട് സീറ്റിലെ ബിഗ് ബോസ് എന്ന് സങ്കല്പിച്ച് ഷാരികയുടെ വാക്കുകൾ ഇങ്ങനെയാണ്.